ഭക്തിയെ വെറും വോട്ട് ബാങ്കാക്കി മാറ്റി അധികാര കസേര ഉറപ്പിക്കാൻ രാമനാമം ജപിച്ച ബിജെപിയുടെ തനി നിറം ഒടുവിൽ അയോധ്യയിൽ നിന്നും തന്നെ പുറത്തേക്ക് വന്നിരിക്കുന്നു. ജനങ്ങളെ ഭക്തിയുടെ ലഹരിയിൽ നിർത്തി പിന്നാമ്പുറത്ത് കൊള്ള നടത്തുന്ന ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ അന്ത്യം കുറിക്കുന്ന വൻ അഴിമതി കഥകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഭക്തർ സമർപ്പിച്ച 60 കിലോഗ്രാം വെള്ളിക്കട്ടകളും ഭഗവാന്റെ പാദുകങ്ങളും സ്വർണമാലകളും വരെ കാടുകടത്തി എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇത് വെറും ഒരു ഫണ്ട് തിരിമറിയല്ല, കോടിക്കണക്കിന് വിശ്വാസികളുടെ വികാരങ്ങളെയും അവരുടെ കണ്ണീരിനെയും വഴിപാടുകളെയും ചൂഷണം ചെയ്തുകൊണ്ടുള്ള ബിജെപിയുടെ തണലിൽ നടന്ന കൊള്ള തന്നെയാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥിന്റെയും ബിജെപിയുടെയും അയോധ്യയിലെ മണ്ണിൽ വെച്ച് തന്നെ രാഷ്ട്രീയ അന്ത്യം കുറിക്കാനുള്ള വഴിയൊരുങ്ങുകയാണ് ഈ അഴിമതിയിലൂടെ. യുപിയിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും കൈകോർത്ത് നയിക്കുന്ന ജനകീയ കൂട്ടുകെട്ട് ഈ അഴിമതി ഭരണത്തെ തറപറ്റിക്കുമെന്ന് ഉറപ്പാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടന്ന കോടികളുടെ ഫണ്ട് വെട്ടിപ്പും വഴിപാട് കൊള്ളയും സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് നേരിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അന്തിമ റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി ബിജെപിയുടെയും ട്രസ്റ്റിന്റെയും പല പ്രമുഖ നേതാക്കളും ജയിലഴിക്കുള്ളിലാകുമെന്നാണ് സൂചനകൾ. ഭക്തിയുടെ പേരിൽ കൊട്ടി ആഘോഷിച്ച കുംഭമേളക്കാലത്താണ് ഏറ്റവും വലിയ പണാപഹരണം നടന്നിരിക്കുന്നത്. ഭഗവാന്റെ പേരിൽ ട്രസ്റ്റ് നടത്തിയ കോടികളുടെ വിവാദ ഭൂമി ഇടപാടുകളും ഇപ്പോൾ അന്വേഷണ പരിധിയിലാണ്. ട്രസ്റ്റ് ഭാരവാഹി ചമ്പത് റായ്ക്കെതിരെ മുൻ കർസേവകനടക്കം പരാതി നൽകിയിട്ടും യോഗി സർക്കാർ ഇതുവരെ മിണ്ടിയിട്ടില്ല. അഴിമതി പുറത്തായതോടെ ട്രസ്റ്റ് അംഗങ്ങളോടും ജീവനക്കാരോടും അയോധ്യ വിട്ടു പോകരുത് എന്നാണ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാജ്യത്തെ സാധാരണക്കാരെ സ്വർണ്ണ വ്യാപാരികൾ ഒത്തുചേർന്ന് രാംലല്ലയുടെ ക്ഷേത്ര അടിത്തറയിൽ സ്ഥാപിക്കാൻ ഭക്തിയോടെ നൽകിയ 60 കിലോഗ്രാം വെള്ളിക്കട്ടകളാണ് യാതൊരു രേഖ പോലുമില്ലാതെ അപ്രതീക്ഷിതമായിരിക്കുന്നത്. ജ്വല്ലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അനുരാഗ് രസ്തോഗി തങ്ങളുടെ പക്കൽ കൃത്യമായ രസീതുണ്ട് എന്ന് ആവർത്തിക്കുമ്പോൾ യോഗിയുടെ പോലീസിനും ക്ഷേത്ര അധികൃതർക്കും ഇതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. പ്രതിഷ്ഠാ ചടങ്ങിന്റെ ആർഭാടങ്ങൾക്കിടയിൽ ഈ വെള്ളിക്കെട്ടുകൾ ആരുടെയൊക്കെ കീശയിലേക്കാണ് പോയതെന്നും ഭഗവാന്റെ പാദുകങ്ങളും മാലയും എവിടെയെന്ന് ചോദ്യം ചെയ്യലിന് ഇതുവരെ ഉത്തരം നൽകാൻ ആർക്കും സാധിച്ചിട്ടില്ല. പൂജാരിമാരും ഉദ്യോഗസ്ഥരും പരസ്പരം കൈമലർത്തുമ്പോൾ ബിജെപിയുടെ കാപട്യമാണ് ഇവിടെ തെളിയുന്നത്. രാമന്റെ പേരിൽ വോട്ട് ചോദിച്ച് രാജ്യം ഭരിക്കുന്നവർക്ക് ഭഗവാന്റെ തിരുവാഭരണങ്ങൾ പോലും കാക്കാൻ കഴിഞ്ഞില്ല എന്നത് നാണക്കേട് തന്നെയാണ്. ഈ മഹാ അഴിമതി ബിജെപിയുടെ രാഷ്ട്രീയ തകർച്ചയുടെ ആണിപ്പലകയാകും. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥിന്റെ പരാജയം ഉറപ്പാക്കുന്ന പ്രധാന ആയുധമായി അയോധ്യയിലെ ഈ കൊള്ള മാറും. ഉത്തർപ്രദേശിൽ യോഗിയുടെ അടിച്ചമർത്തൽ ഭരണത്തിനെതിരെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ജനങ്ങളുടെ ഈ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും സമാജ്വാദ് പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും കൈകോർക്കുമ്പോൾ യുപിയിൽ പുതിയൊരു രാഷ്ട്രീയ വിപ്ലവം നടക്കാൻ പോവുകയാണ്. രാഹുൽ അഖിലേഷ് കൂട്ടുകെട്ടിന്റെ ജനപ്രീതിയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യോഗിയെ മൂക്കുകുത്തിച്ചതും ജനകീയ മുന്നേറ്റവും യോഗി ഭരണകൂടത്തിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തിന് തകർക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. വികസനമില്ലായ്മയും തൊഴിലില്ലായ്മയും കൊണ്ട് വലഞ്ഞ ജനങ്ങൾക്ക് മുന്നിലേക്ക് ക്ഷേത്രത്തിന്റെ പേരിൽ നടത്തിയ അഴിമതി കഥകൾ കൂടി എത്തുമ്പോൾ യോഗി ആദിത്യനാഥ് തറപറ്റും എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ഭഗവാൻ രാമന്റെ പേരിൽ അധർമ്മ രാഷ്ട്രീയം കളിച്ചവർക്ക് അതേ അയോധ്യയിൽ നിന്നും തന്നെ തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളുടെ ഭക്തിയെ വിറ്റ് കാശാക്കിയ ഈ ഭരണാധികാരികളെ ജനങ്ങൾ വോട്ട് ചോദിച്ചു വരുമ്പോൾ തൂത്തെറിയും. രാഹുൽ ഗാന്ധിയുടെയും അഖിലേഷ് യാദവിന്റെയും നേതൃത്വത്തിലുള്ള ശക്തമായ സഖ്യം യുപിയെ ഈ അഴിമതി ഭരണത്തിൽ നിന്നും മോചിപ്പിക്കാൻ ഒന്നിച്ചു നിൽക്കുമ്പോൾ ബിജെപിയുടെയും യോഗിയുടെയും പതനം പൂർണ്ണമാകും.